പതകിന് നീര് വെച്ചിരിക്കുന്നവരെ, അത് മുഴയാണ്, അത് പതകിന് നീരാണ്, കൈ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റുന്നില്ല, പൊള്ളണം പോലെ തോന്നണം. ആ വ്യക്തികൾ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. തന്നെയല്ല, പതകിന് ഇതുപോലെ നീരുള്ളവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടെ തൊട്ട് ഈ സമയത്ത് സ്തുതിക്കട്ടെ. 4 വയസ്സുള്ള കുഞ്ഞ് ഇതുവരെ കമഴ്ന്ന് വീണിട്ടില്ല. അപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കുഞ്ഞുങ്ങളെ, കവന്നു വീഴാത്ത കുഞ്ഞുങ്ങളെ, നിരങ്ങാത്ത കുഞ്ഞുങ്ങളെ, നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങളെ നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, നടക്കാത്ത കുഞ്ഞുങ്ങളെ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ, കണ്ണ് കാണാൻ പാടാത്ത കുഞ്ഞുങ്ങളെ, ചെവി കേൾക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ, കമഴ്ന്നു വീഴാത്ത കുഞ്ഞുങ്ങളെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങൾ ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, പൊള്ളിപ്പോയ അവസ്ഥകള്, തേപ്പ് കൊണ്ട് വെച്ച് പൊള്ളിപ്പോകാം, തീ കൊണ്ട് പൊള്ളിപ്പോകാം, കറണ്ടടിച്ച് പൊള്ളിപ്പോകാം. അതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് മരയിപ്പുണ്ടാകാം, കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈശോ ദർശനത്തിൽ തരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം കർത്താവ് സംസാരിക്കുന്നത് ചെവി തിരിഞ്ഞു പോയെന്നാണ് പറയണത്. ചെവിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ ചെവിയുടെ അകത്തുള്ള എന്തോ അവയവങ്ങൾ ശബ്ദം സ്വാംശീകരിക്കുന്നതിനും അത് കേൾക്കപ്പെടുന്നതിനും ചെവിയുടെ ഈ പാർട്ടിനാണ് കുഴപ്പം, അതിൻ്റെ ബ്രെയിൻ പാർട്ടിനല്ല കുഴപ്പം. ചെവിയുടെ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന, സൗണ്ട് സ്വീകരിക്കുന്ന ഡയഫ്രത്തിനാണ് കുഴപ്പം. അത് തിരിഞ്ഞിരിക്കണമെന്ന് പറയണം. അങ്ങനെയുള്ള ചെവി കേൾക്കാൻ പാടാത്തവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ശ്രുതികട്ടെ. പീരീഡ്സിൽ അല്ലെങ്കിലും ബ്ലഡ് പോകുന്നവരെ, മൂത്രമറിയാതെ ഡിസ്ചാർജ് ഉണ്ടാകുന്നവരെ, പിന്നെ വയറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നവരെല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അടിവയറ്റിൽ കൈവച്ച്, ഊടിൻ്റെ താഴെ, പൊക്കിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ വിശ്വാസ പ്രമാണം ചൊല്ലുകയോ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിലോ ഉള്ളവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവസംഘത്തോടെ. ശ്രുതികട്ടെ. ഡിസ്ചാർജ് ഉള്ളവരെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു, ബ്ലീഡിംഗ് ഉള്ളവരെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു, ഇല്ലാത്തവരെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. അല്പം മുമ്പ് മെസ്സേജിന് പറയുന്നതിന് മുമ്പ് കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നിരുന്നു. അതായത് ചില മരുന്ന് കഴിച്ച് പൊള്ളിപ്പോയി, മരുന്ന് മാറിക്കഴിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഡോസ് തെറ്റിച്ച് കഴിച്ചതോ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മരുന്ന് മാറിപ്പോയതോ അതിനുള്ള മരുന്നും അല്ല. അതുകൊണ്ട് ഉള്ളം പൊള്ളി തന്നെയല്ല, ബ്ലഡിൽ അതിൻ്റെ അകത്ത് പോയ്സണായി, അതിൻ്റെ പേരിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജി വന്നിട്ട് വിസർപ്പ രോഗികൾ, സോറിയാസിസ് രോഗികളെ പോലെ തൊലി ഇങ്ങനെ വിണ്ട് കീറി വരുന്ന അസുഖം. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അലർജി രോഗികളെ തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇവിടെയും, കർത്താവ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അലർജി ഉള്ളവരെ, റിയാക്ഷൻ ഉള്ളവരെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ സ്നാനം പെരട്ടെ. കർത്താവിൻ്റെ എല്ലാ മരുന്നുകളെക്കാൾ വിശുദ്ധമായ രക്തത്താൽ സ്നാനം പെരട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ, കർത്താവെ തൊലി പൊഴിഞ്ഞു പോകുന്നവരെ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നടുവല്ല വേദനയുള്ളവര് നടുവിന് കൈവെക്കട്ടെ. കശേരികള്, അകന്നു പോയവര്, കുനിയാൻ പാടില്ലാത്തവര്, ബലമുള്ള ഒന്നും എടുക്കാൻ പാടില്ലാത്തവരൊക്കെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അസ്ഥികളെല്ലാം, പേടികൾ, കോശങ്ങളെല്ലാം ദ്രവിപ്പുള്ളവര്, കോശങ്ങൾ പുതിയ കോശങ്ങൾ വരണില്ല, ഇമ്മ്യൂണിറ്റിയുടെ ഡിസീസ് ഉള്ളവര്, അത് എന്ത് വിഷയമായാലും പുതിയ കോശങ്ങൾ ഉണ്ടാകണില്ല. പഴയ കോശങ്ങൾ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കുറേ ഡിസീസുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരെല്ലാം എല്ലാ കോശങ്ങളിലേക്കും കർത്താവിൻ്റെ
രക്തം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ കീമോ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ മധ്യസ്ഥ യേശുവിനോട് കർത്താവെ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗികള്, നിരവ്യാധികള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവരെ ഏത് സബ്ജക്റ്റ് എടുക്കണോ, അങ്ങനെ ഒരു ഐഡിയ കിട്ടാത്തവരെ അവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഈ മേഖലയിൽ വിഷമിക്കുന്നുണ്ട്. അവർക്ക് അവിടെ പ്രൊഫഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഏതെടുത്താൽ കരകയറി പോകാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടിയും അവിടെ തിരഞ്ഞെടുപ്പ് കറക്റ്റാകാൻ വേണ്ടിയും എല്ലാ അക്കാഡമിക്കായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളെ, കൺഫ്യൂഷനുള്ള കുഞ്ഞുങ്ങളെ ഫർദർ സ്റ്റഡിക്ക്, മേലോട്ടുള്ള പഠനങ്ങൾക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവേ, ആ മക്കൾക്ക് വിശുദ്ധ മാനത്തെ നൽകണമേ. അവർക്ക് ഈ നിമിഷം തന്നെ കർത്താവേ വ്യക്തമായ ബോധ്യം അവർ എന്ത് തിരഞ്ഞെടുത്താലും അത് അവർക്ക് ഭക്ഷണം ഭാവിയിൽ കഴിക്കാൻ പറ്റുന്ന ജീവിതം സുരക്ഷിതമാക്കുന്ന തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക മക്കളെ. നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈൻ ഇരിക്കുന്നവരും. ഈ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിന് ഓർത്ത് നന്ദി പറയണം. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അത് ചുമ്മാ ഭംഗിവാക്കായിട്ട് ബൈബിൾ പറയണതല്ല. ഇവിടെ വന്നിട്ടുള്ള അനേകം മക്കളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് ഞാൻ പറഞ്ഞു. അത് ക്യാൻസർ 4th സ്റ്റേജിലായാലും ശരി, 3 കോടി കടമായാലും ശരി, ഒരു തീരുമാനം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ടാണ് ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ ഒരു ബോധ്യമുള്ളവരത് കൈയടിച്ചേ. ഈ ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെ അച്ഛന് പറയാനുള്ള രണ്ടാമത്തെ ഒരു അറിയിപ്പെന്ന് പറയണത്, മക്കളെ, നിങ്ങൾ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമ്മൾക്ക് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധ മിക്കവാറും അതിന് ഒരു അവയർനെസ്സാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മതയാണ് ശ്രദ്ധ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ചെവിയുടെ ശ്രദ്ധയല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെന്നുള്ള ഒരു ഓർമ്മയാണ് ശ്രദ്ധ വരുന്നത്. പ്രത്യേകിച്ച് പ്രയർഫുള്ളായിട്ടുള്ള സമയമില്ലേ, എനിക്ക് മനസ്സിലായത്, നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഇന്ന് ലഭ്യമായ ഏറ്റവും മുന്തിയ നിലവാരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷനിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ടുവരണത്. ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യണത് ദൈവം പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പർട്ടിക്കുലർ കവനൻറ്റുകളാണ്. പർട്ടിക്കുലർ കവനൻ്റ് എന്ന് വെച്ചാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒന്നെങ്കിലും ഉദാഹരണത്തിന് ഏഡം, അല്ലെങ്കിൽ നോഹ, അല്ലെങ്കിൽ എബ്രാഹാം, ഇവരോടൊക്കെയാണ് കവനൻ്റ് ചെയ്തിരിക്കുന്നത്, ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ മുമ്പ് നീതിമാന്മാരായിട്ട് ദൈവം കണ്ടെത്തിയതുകൊണ്ട് അവർക്ക് ജനതകൾക്ക് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെല്ലാം വ്യക്തികളാണ് ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പ് ഒരു പർട്ടിക്കുലർ പേഴ്സണെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തി, മോസസ് ദൈവം ഉടമ്പടി ചെയ്ത ആളാണ്, ജോഷുവ ദൈവം ഉടമ്പടി ചെയ്ത ആളാണ്. പിന്നീട് വരുന്ന ഗിദെയോൻ മുതലായ ന്യായാധിപന്മാരും ഐസയ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരും അവരെല്ലാം ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷനാണ്. ദേ ആർ കീപ്പിംഗ് ദ കവനൻ്റ് ഓർ നോട്ട്. ദൈവമായിട്ടുള്ള കവനൻ്റിൽ ബന്ധത്തിൽ ജനങ്ങൾ ഉഴപ്പുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ
കീൻ അറ്റൻഷൻ ഉണ്ടായത്. ജെറമിയ ആയാലും എസെക്കിയേലായാലും ആരായാലും അവരെല്ലാം കവനൻ്റ് ഓറിയൻറ്റഡ് ആണ്. ബൈബിളിൽ എന്തെങ്കിലും ഒരാൾ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ എല്ലാം ഉടമ്പടി റിലേറ്റഡ് ആണ്. അവസാനം ഈശോ വരുമ്പോൾ ഈശോയും ചെയ്യണത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരമാണ് കുർബാന സ്ഥാപിക്കുന്നത്. കുർബാനയ്ക്ക് ഈശോ വിളിച്ച പേര് ന്യൂ കവനൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ കവനൻ്റ് റദ്ദ് ചെയ്തിട്ടില്ല. അത് ഗലാത്യർ 3:15 പറയുന്നുണ്ട്. കവനൻ്റ് എന്ന് പറയുന്ന ഒരു സോൾ പ്രോജക്റ്റ് ദൈവം റദ്ദ് ചെയ്യത്തില്ല, അതിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോഴും നിലനിൽക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് കവനൻ്റ് തന്നെയാണ്. നിങ്ങൾ ഏതെല്ലാം തരം പ്രാർത്ഥനകളൊക്കെ എന്തെല്ലാം തരത്തിൽ കൂടിയാലും ദ ബേസിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സോൾ പ്രോജക്റ്റ് എന്താണ്? അത് കവനൻ്റാണ്. ഈശോ അതുകൊണ്ടാണ് ഈശോയെ വന്നപ്പോൾ കവനൻ്റ് അല്ലാതെ ഈശോയെ സ്ഥാപിച്ചിട്ടില്ല. പഴയ ഉടമ്പടി റദ്ദ് ചെയ്യാതെ തന്നെ പുതിയ ഉടമ്പടി അതിൻ്റെ പൂർത്തീകരണമായിട്ട് പുതിയ ഉടമ്പടി ചെയ്തു. അതാണ് ഈശോ പറഞ്ഞത്, ഞാനിത് പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അതെന്തിനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പുതിയ ഉടമ്പടി ഈശോ ചെയ്തത്? എന്തിനാണ്? അത് നിത്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഈശോ കണ്ടത് നിത്യതയാണ്. നിങ്ങളെ ഈശോനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തലേ, ഈ നിത്യത എന്നുള്ള വിഷയം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ആത്മാവ് ഡെപ്പിക്റ്റ് ചെയ്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തീഷ്ണത തുടങ്ങിയാൽ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതൊരു ടെക്നിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പോംവഴിയാണ്. നിങ്ങൾക്ക് ഉടമ്പടി നേടാൻ വേണ്ടി, ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി ഉള്ളൊരു പോംവഴിയാണ്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിത്യത ഏറ്റവും വലിയ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പിതാക്കന്മാർ വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അപ്പമായ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ഉന്നം വച്ചിരിക്കുന്നത് നമ്മുടെ നിത്യമായ ജീവിതമാണ്. ഈ നിത്യമായ ജീവിതത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്രേസ് ഉണ്ടായാൽ ബാക്കിയെല്ലാം പടപടാന്ന് നടക്കണ കാണാം. അച്ഛൻ ഉള്ളത് തുറന്നു പറയുകയാണ്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത്, ഇപ്പം നിങ്ങൾ കടങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെ ചെയ്യും. നിങ്ങളുടെ ഒരു മാരകമായ രോഗങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. ഇതിനൊക്കെ വരുന്ന ഒരു വിഷയം എന്താണ്? നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയാണ് ഇതിനൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് ഉത്കണ്ഠ വരുന്നത്? ഇതെപ്പം നടക്കും? കാലത്തെക്കുറിച്ചാണ് ഉത്കണ്ഠ മനുഷ്യനെ, ഇല്ലേ? എപ്പോഴും നമുക്ക് ഉത്കണ്ഠ വരണത് ടൈം ബേസ്ഡ് ആയിട്ടാണ് ഉത്കണ്ഠ വരുന്നത്. ഉത്കണ്ഠ എവിടുന്നാണ് വരണമെന്ന് ചോദിച്ചാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ മനുഷ്യൻ ഉത്കണ്ഠയുള്ളത്? ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയ, അല്ലെങ്കിൽ സ്പേസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒന്നൊക്കെ കാലം, അല്ലെങ്കിൽ ദേശം. മനുഷ്യൻ്റെ ഉത്കണ്ഠയുടെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കാലദേശങ്ങളിലാണ് ഈ ഉടമ്പടി ലാൻഡ് ചെയ്യണതും പ്രവർത്തിക്കാൻ തുടങ്ങണതെല്ലാം കാലദേശങ്ങളിലാണ്. ഇതിനെ ചേഞ്ച് ചെയ്ത് തരും. ഇതിനെ പുതിയ ആകാശത്തിലേക്ക് മാറ്റും, പുതിയ ഭൂമിയിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഈ വിഷയം പെട്ടെന്ന് നമുക്ക് നടക്കണത്. പക്ഷേ ഇതിൻ്റെ ഒരു കാലദേശങ്ങളെ ഷോർട്ടൻ ചെയ്യുന്ന, ടൈം ഷോർട്ടനിങ് ഉണ്ടാകുന്ന അതിനുള്ള ഏറ്റവും എളുപ്പ വഴി 2-3 വഴികളുണ്ട്. ഒന്ന്, എൻ്റെ വഴിയെന്ന് പറയണത് അനുതാപം ഭയങ്കരമായൊരു വഴിയാണ്. അനുതാപം. രണ്ടാമത്തെ വഴി, അതായത് ടൈം ഷോർട്ടനിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കും. ഉടമ്പടി വിധിപ്രകാരമുള്ള ടൈം ഷോർട്ടനിങ്, കാല ചുരുക്കം. ഉടമ്പടി വിധിപ്രകാരം ഇപ്പോൾ ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങളുണ്ടാകണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സാക്ഷ്യം? ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് സാക്ഷിയാണ്. അവർ തമിഴ് ദമ്പതികളാണ്. അത് ഉടമ്പടി എടുത്ത ഒരു സഹോദരിക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്ത സഹോദരി 1.5 കൊല്ലമായിട്ട് ഇവരോട്, തമിഴ് ദമ്പതികളോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. കാരണം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് പെട്ടെന്ന് അറിയാനുള്ള ഷോർട്ട് കട്ടാണ് കൃപാസനം ആൾക്കാർക്ക്.
ക്രിസ്തുവിനെ പെട്ടെന്നറിയാനും പെട്ടെന്ന് അനുഭവിക്കാനും ഉള്ള ഒരു ഷോർട്ട് കട്ട് ഇന്ന് കിട്ടൽ ലഭ്യമാകുന്ന ഏറ്റവും ഷോർട്ട് കട്ടാണ് കൃപാസനം. അതുകൊണ്ട് ഇവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും, പിന്നീട് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും. 1.5 കൊല്ലം ഈ തമിഴ് ദമ്പതികളെ ഇവർ ഇങ്ങനെ ടീച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർക്കൊരു കുലുക്കമൊന്നുമില്ല. അവർക്ക് പ്രൂഫില്ലല്ലോ, അതിൻ്റെ കുലുക്കമില്ല. ഇപ്പം എന്നാ ചെയ്തിരിക്കേണ്ടത്, ഈ ഡേഡി രണ്ടാമതൊരു പരിപാടി ചെയ്തു. ഇവർ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വാങ്ങിച്ച ഉടമ്പടി തൈലം ഈ തമിഴ് ദമ്പതിക്ക് കൊടുക്കും. കൊടുത്തിട്ട് പറയും, ഇപ്പം നിങ്ങൾക്ക് 10 കൊല്ലമായിട്ട് മക്കളില്ലല്ലോ, എന്നിട്ട് വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അത് ഈ കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണമാണ് കേട്ടോ. വിശ്വാസ പ്രമാണമാണ്. എനിക്കറിയാം, ഞാൻ ഈ കുഞ്ഞുനാൾ പോലെ ഈ വിശ്വാസ പ്രമാണം ചെല്ലണത്. പക്ഷേ ഈ അച്ഛനായി കഴിഞ്ഞ് ഇതിൻ്റെ തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബിബ്ലിക്കൽ തിയോളജി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കയ്യിരിക്കുന്ന അണുബോംബാണല്ലോ എന്ന്. നമുക്കറിയത്തില്ലല്ലേ. നമുക്ക് പണ്ട് മാതാപിതാക്കന്മാരൊക്കെ അത് കിട്ടണത് എന്തോ ഒരു പ്രാർത്ഥനയായിട്ടല്ലേ ഇത് പഠിക്കണത്. ഇത് പഠിക്കണല്ലോ സംഭവം. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്താ വിഷയം? ഇത് രക്ഷ പ്രാപിക്കുന്ന ഒരു ആക്ടിവേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് അത്രേ ഉള്ളൂ. പക്ഷേ എന്താ അത് വർക്കൗട്ട് ചെയ്യണത്? റോമ 10:9 വർക്കൗട്ട് ചെയ്യണത്. വിശ്വാസ പ്രമാണം നമ്മൾ പറയുമ്പോഴേ നമ്മൾ ചുണ്ടുകൊണ്ടല്ല പറയേണ്ടത്, ചങ്ക് കൊണ്ട് പറയാൻ നോക്കണം. ആൾക്കാരെ എല്ലാം കുഴപ്പമുണ്ടാക്കുന്നത് ചുണ്ടുകൊണ്ട് പറഞ്ഞിട്ടാണ്. കാണാ പഠിച്ച് വെച്ചിരിക്കുന്ന സാധനം കണാ ഗുണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കളയാം. അതല്ല, ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കണം, തന്തയില്ലായ്മ കാണിക്കരുത്. ഒരു പ്രാർത്ഥനയ്ക്കും നമുക്ക് ഓൺ ചെയ്യാതെ പണ്ട് മുതലേ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ പരിശുദ്ധ മറിയം ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ നന്മ പറഞ്ഞു പറയും ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധ മറിയം ചെല്ലിപ്പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സംഭവമാണ് പോകേണ്ടത്. അതല്ല. അപ്പോൾ അത് ചുണ്ട് മാത്രമേ ഉള്ളൂ. ചുണ്ടിൻ്റെ കൂടെ ചങ്കുണ്ടെന്ന് ഏത് പ്രാർത്ഥനയ്ക്ക് നീ ഉറപ്പ് വരുത്തിയാലും ആ പ്രാർത്ഥന ആക്ടിവേറ്റ് ആകും. എന്താ കാര്യം? ചുണ്ടും ചങ്കും തമ്മിൽ അത്രയും ബന്ധം. ഇങ്ങനെ അതായത് ഇപ്പോൾ റോമ 10:9 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇതാണ് വിഷയം. സിമ്പിളാ, വളരെ സിമ്പിളാ. എന്താ കാര്യം? ഒന്ന്, നീ അധരം കൊണ്ട് ഏറ്റുപറയേണ്ടത് എന്താണ്? യേശു കർത്താവാണെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതോടുകൂടി എല്ലാ പ്രശ്നവും തീരുകയും. നീ അധരം കൊണ്ട് ഏറ്റു പറയണത് എന്താണ്? എന്താ ഏറ്റു പറയണത്? യേശു കർത്താവാണ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിനക്ക് ലോൺ നിന്നെ ഓടിച്ചിട്ടിരിക്കുന്ന ബാങ്ക് മാനേജർ കർത്താവ് അല്ലെന്നാണ്. ഡോക്ടർ ക്യാൻസർ 4ാം സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോ, അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ കർത്താവ് അല്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായി? ആരാണ് കർത്താവ്? യേശുവാണ് കർത്താവ്. ഇതുപോലെ തന്നെ നീ OIT 12 തോറ്റ്, അല്ല IELTS 12 തോറ്റ്, OIT 4 തോറ്റെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കർത്താവ് ചവറുപോലെ മാർക്ക് കൊടുത്തിട്ട് ഇവളെ കയറ്റിവിടും. ഇവളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇതെല്ലാം ആദ്യകാലങ്ങളെല്ലാം ഫ്ലോപ്പായത്. പക്ഷേ ഇത് ഈശോയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കർത്താവിൻ്റെ നിത്യമായ സംരക്ഷണത്തിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരുടെ വിഷയങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓർത്ത് പറയാൻ പോണ കാര്യം, ഈ യേശു വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണമാണ് ചെല്ലണതെന്ന് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാകണം. ഇപ്പോൾ ഇവരെന്താ, തമിഴ് ദമ്പതിയോട് എന്താ പറയുന്നത്? ഒരു വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പി എടുത്ത് തമിഴ് ദമ്പതിക്ക് കൊടുക്കും. എന്നിട്ടെന്താ പറയണത്? ഉടമ്പടി തൈലവും കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് പറയും? നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ 10 കൊല്ലമായിട്ട് അവർ മക്കളില്ല. അവർക്ക് പണ്ടൊരു കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ മക്കളില്ല അവർക്ക് 10 കൊല്ലമായിട്ട്. എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും
എന്തെല്ലാം ചികിത്സ എടുത്തിട്ട് മക്കളില്ല, ഉണ്ടാകത്തുമില്ല. അവർ മുഴുവൻ സിസ്റ്റ, അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തെല്ലാം കൊഴുപ്പ് കയറിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഫെലോപ്പിൻ ട്യൂബ് രണ്ടും അറുത്ത് കളയണം. അറുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുണ്ടാകത്തില്ല. ഗർഭപാത്രത്തിൽ മുഴുവൻ പ്രോബ്ലംസാണ്. അതുകൊണ്ടാണ് കുട്ടികളില്ലാതിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇവർ ഈ വിശ്വാസപ്രമാണം തെറ്റിക്കാതെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെല്ലി വെച്ചും അവരോട് പറഞ്ഞ് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ തേക്കണം. എന്താണ്, 21 ദിവസത്തിനുള്ള പ്രഗ്നൻ്റാണ്. ഇത്രയും സ്പീഡാണ് ഉടമ്പടി. എന്താ കാര്യം? അവർക്ക് മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. കർത്താവ് ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കർത്താവാക്കണത് എന്താ? എന്തുകൊണ്ട് എല്ലാവരും കർത്താവാകാത്തത്? മരണത്തെ ജയിച്ചാൽ മാത്രമേ കർത്താവാകത്തുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യനായിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയണം. ആ വചനം ഒന്നിന് വായിച്ചോളൂ, 10:9 വായിച്ചോളൂ. ആകയാൽ യേശു കർത്താവാണ് എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ നമ്മൾ എന്ത് ചെയ്യണേ? പ്രാപിക്കുകയാണ് ചെയ്യണത്. ഈ രക്ഷ പ്രാപിക്കുന്ന 2 സംഭവമുണ്ട്. ഒന്ന് ശങ്കുണ്ട്, ഒന്ന് ചുണ്ടുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മൾ ഈ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് കുഴപ്പം. പ്രാർത്ഥന നിൻ്റെ കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം നീ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 90% മനുഷ്യരും അങ്ങനെയാണ്. ചങ്ക് ഉപയോഗിക്കണില്ല. ചങ്കിൽ എന്താ പറഞ്ഞിരിക്കണത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഏറ്റു പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. കൈയടിച്ച് ശ്രുതിക്കട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ പറയാമെന്നറിയാവോ? ഇന്ന് ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ കിട്ടുന്ന പ്രാർത്ഥന എന്താണ്? ഉടമ്പടി പ്രാർത്ഥനയാണ്. ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തൊക്കെയാണ്? 2 മെഴുകുതിരി തരും, പിന്നെന്താണ്? വെഞ്ചരിച്ച ഉപ്പ് തരും, പിന്നെന്താണ്? ഉടമ്പടി തരം തരും, പിന്നെ കാശ് രൂപ. ഇതൊന്നും ബൈബിളിലില്ലാത്ത ഒരു സാധനം തരത്തില്ല. തേനൊന്നും ബൈബിളിലില്ലാത്തതാണ്. അത് പണ്ടുപോലെ അത് ഉടമ്പടിയുടെ ഭാഗവും അല്ല. അത് പണ്ടുപോലെ ഗർഭിണികൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി വെഞ്ചരിച്ച് വെച്ചിരിക്കണം. അത് പണ്ടുപോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ അതൊന്നും ഉടമ്പടി ചേർത്തിട്ടില്ല. ഉടമ്പടിയിലുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും നേർച്ച വസ്തുക്കളും ബൈബിളിലുള്ളതാണ്. അതിൻ്റെ റെഫറൻസ് നിങ്ങളുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ട്. അത് ബൈബിളിൽ എവിടെയാണത് ഉള്ളതെന്ന്, എണ്ണ എവിടെയാണ് ഉള്ളത്, കാശുരത്തെക്കുറിച്ച് എവിടെയാണ് പറയണത്, അത് ജ്ഞാപകത്തെക്കുറിച്ച് എവിടെയാണ് പറയണത്, അതുപോലെ തന്നെ തിരിയെക്കുറിച്ച് എവിടെയാണ് പറയണത്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബൈബിളിലുള്ളതല്ല പ്രശ്നം. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇത് ഉപയോഗിക്കുന്ന രീതികൾ. മനസ്സിലായില്ലേ? ഉപയോഗിക്കുന്ന രീതി എന്താണ്? ഇതിൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ജനറൽ ബ്ലെസ്സിങ്സ് അല്ല അത് ചെയ്തിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ബ്ലെസ്സിങ്സിലാണ് അത് ചെയ്യണത്. 12 പ്രാർത്ഥന ചൊല്ലിയാണ് വെഞ്ചരിക്കുന്നത്. പിന്നീട് മനുഷ്യന്മാർ ഇന്നത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടിയുള്ള ഒരു കാസ്റ്റിംഗ് പ്രയറുണ്ട്. അതുൾപ്പെടെ ചൊല്ലിയിട്ടാണ് നിങ്ങൾക്ക് തരണത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് ഇതിൻ്റെ അകത്ത് ശക്തി ഇൻകൾക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഒരു ഉദ്ദേശം. എനിക്കുള്ള പൗരോഹിത്യത്തിൻ്റെ സ്വാഭാവികമായ ഒരു ചൈതന്യത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്കറിയാമല്ലോ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് ശക്തിയിലാണ്. കാര്യം എന്താണ്? ദൈവം തന്നെ ശക്തിയാണ്. അപ്പോൾ 1 കൊറിന്തോസ് എപ്പോഴും ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയാറുണ്ട്, 1 കൊറിന്തോസ് 1:24 എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഒന്നിനു പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്.
ഒരു വ്യക്തി എന്നതിനേക്കാൾ പോലെ തന്നെ യേശു ആരാണ്? ശക്തിയാണ്. നേർച്ച വസ്തുക്കളിലേക്ക് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇത് ബ്ലസ് ചെയ്യണത്. അപ്പോൾ ഈ ശക്തി ഇതിലേക്ക് വരും. ഇനി നിങ്ങളിതിനെ എന്താ ചെയ്യണത്? നിങ്ങൾ അതേ പവറിൽ വിശ്വാസപ്രമാണം ചൊല്ലി വേണം ഈ വിഷയം റിലീസ് ചെയ്യിക്കാൻ. കഴിഞ്ഞ ദിവസം കൊണ്ടൊരു സാക്ഷ്യം ഉണ്ടായി. അവരുടെ പേര് സോഫി കുര്യൻ, പാലയൂരില്ല തോമാശ്ശേരിയുടെ പള്ളി, ആ ഇടവക്കാരുതിയാണ്. അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം, അതിൻ്റെ കണക്കുണ്ട്. അവിടെ സാക്ഷ്യം അവർക്ക് ഈ സോഫി കുര്യന് റൈറ്റ് കിഡ്നി ഡാമേജാണ്. പഴുത്തിരിക്കുകയാണ്. അതിൻ്റെ തകത്ത് സിസ്റ്റൊക്കെ വന്ന് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ കിഡ്നിയും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സോഫി കുര്യൻ ഒരു വലിയ ബിസിയാണ്, ഒരു 10-60 വയസ്സിങ്ങനെ അവർക്കുണ്ട്. അപ്പോൾ അവർ പറയും കട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകരുത്. അതാണ് അവരുടെ മനസ്സിലുള്ളൊരു സംഭവം. കട്ട് ചെയ്യുന്നതിൽ എനിക്ക് വേണത് അമ്മച്ചിക്ക് കിഡ്നി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് മെഡിക്കലായിട്ട് ഒത്തിരി അറിയത്തില്ലെന്ന് തോന്നുന്നു. അവരോട് ഒന്ന് സാക്ഷ്യം പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാര്യം ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുമെന്നുള്ള ആൾക്കാർ പൊതുവെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോഴേ കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പേരിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവരുത് എന്നാണ് അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ. എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 10-65 വയസ്സുണ്ടാവും. ആ ഉടമ്പടിയുടെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ വരും. ഇതിനിടക്കുള്ള 2 കാര്യം ചെയ്യും. ഇവർ സെക്കൻഡ് ഒപ്പീനിയന് പോകും, പിന്നെ തേർഡ് ഒപ്പീനിയന് പോകും. വേറെ ഡോക്ടറിൻ്റെ അടുത്ത് നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ടേ കുറച്ച് ധാരണയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കിഡ്നി കട്ട് ചെയ്യുന്ന വിഷയമാണല്ലോ ചോദിച്ചിട്ട് വീട്ടുകാർ ഇവരെ പല സ്ഥലത്ത് കൊണ്ടുപോകും. എല്ലാം മെയിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നെഫ്രോളജിനെ പോയി കാണാം. എന്നിട്ട് അവരെല്ലാവരും ഇത് സ്കാൻ ചെയ്യും, അതുപോലെ തന്നെ ബയോപ്സി ചെയ്യും ഒക്കെ ചെയ്തിട്ട് അവർ പറയും ഇത് കട്ട് ചെയ്യണം എന്ന്. അപ്പോൾ അവർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു, കിഡ്നി കട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഡേറ്റും ഫിക്സ് ചെയ്ത്. എന്നിട്ട് ഇവർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. മൂത്ത ചേച്ചിയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ വരും. എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവനും വ്രണമാണ്. ഇവരെ റൈറ്റ് കിഡ്നിയിൽ വ്രണമാണ്. അതെല്ലാ സ്കാനിങ്ങിനും ബയോപ്സിയിലും ആ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയണമെന്ന് പറയണത്. പക്ഷെ ഇവർ ഉടമ്പടി ഉപ്പ് വെഞ്ചരിച്ച് കൊടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചത് അവർ വിശ്വാസപ്രമാണം ചൊല്ലി വായിലിടും. ഞാനത് ചില അച്ഛന്മാരുടെയൊക്കെ ഈ ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും നമ്മൾ എന്തിനാണ് ജനങ്ങളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കും. നമ്മളെ മുന്നോട്ടല്ലേ പോണത്. അപ്പോൾ ഇങ്ങനെ വസ്തുവകകളിലൊന്നും വിശ്വസിക്കാതെ ക്രിസ്തുവിൽ തന്നെ വിശ്വസിച്ച് പോകാൻ പാടില്ലേ എന്ന് എന്നോട് ചോദിക്കും. അത് ദൈവശാസ്ത്രമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുള്ളവരെ ചോദിക്കണത്. പക്ഷെ ഞാൻ ഡീല് ചെയ്യണത് ദൈവശാസ്ത്രജ്ഞന്മാരോടല്ലല്ലോ. ആരോടല്ല ഡീല് ചെയ്യണത്? ഈ കിഡ്നി വേദനയും രോഗവും മരണവും മല്ലടിക്കുന്ന കരയുന്ന മനുഷ്യരോടാണ് കൃപാസനത്തിൽ ഡീല് ചെയ്യണത്. ഞാൻ എപ്പോഴും ഒരു ദൈവത്തോട് ചോദിക്കുന്നത് എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒണ്ടോളജിക്കലായിട്ട് എക്സ്പീരിയൻസ് വേണമെന്നല്ല. അത് മണ്ണാങ്കട്ട, അത് കഴിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഫാനിൻ്റെ താഴേക്ക് ഇരിപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പുസ്തകമൊക്കെ എഴുതും, കുറച്ച് മരിച്ചു പോകും. പക്ഷേ മനുഷ്യനിവിടെ വേദനിച്ച് മരിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന ഛിദ്രശക്തികൾ സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ദൈവത്തെ മനുഷ്യന് സംലഭ്യമാക്കി കൊടുക്കണം അവൻ്റെ ജീവിത അവസ്ഥകളിൽ. അതാണ് ഞാൻ കണ്ണീരോടെ പണ്ടേ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കർത്താവേ, കണ്ണുനീരോടെ. ഇപ്പം സോളമൻ ദേവാലയം വെഞ്ചരിക്കുമ്പോൾ എന്താ പറയണത്? സോളമൻ ദേവാലയം വെഞ്ചരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? കർത്താവേ, അങ്ങയുടെ മക്കൾ സ്വജാതിരായാലും വിജാതിരായാലും നിൻ്റെ ആലയത്തിൻ്റെ പുറത്തോ അകത്തോ നിന്നുകൊണ്ട് കണ്ണീരിടുമ്പോൾ അവിടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ. 1 രാജാക്കന്മാർ 8:42. 1 രാജാക്കന്മാർ 8:42 ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാർ 8:41-42. അങ്ങയുടെ ജനമായ ഇസ്രായേൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട്
അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അതായത് ജീവിതത്തോട് ദൈവത്തെ ചേർത്ത് നിർത്തുന്നതാണ് ബൈബിള്. ജീവിതത്തോട്, മനുഷ്യൻ്റെ ജീവിതത്തോട് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്താണ്? ഈ ചേച്ചി, അവരുടെ പേരെന്താ, സോഫി കുര്യൻ, അവരെന്നാ ചെയ്തിരിക്കണത്? അവർ ഈ ഉടമ്പടി ഉപ്പ് മാത്രമേ വായിലിട്ട് വിശ്വാസപ്രമാണം ചെയ്യുള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇവർ ഓപ്പറേഷന് തിയേറ്ററിൽ കയറ്റും. തിയേറ്ററിൽ കയറ്റി കഴിയുമ്പോൾ ഇവർ അൺകോൺഷ്യസ് ആക്കും. അനസ്തേഷ്യ കൊടുത്ത് ഇവരെ ബോധക്കെട്ടുണ്ട്. എന്നിട്ട് റോബോട്ടിക് സർജറി എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് സർജറി ചെയ്യുന്ന ആ പ്രോസസ്സിങ്ങിലേക്ക് ഡോക്ടർ പോവുകയാണ്. ഡോക്ടർ പോയി സ്കാനിങ് എന്നൊക്കെ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകും ഇവിടെ കിഡ്നി കാണുമ്പോൾ. എന്താ കാര്യം? പണ്ട് കണ്ട കിഡ്നിയല്ല ഇരിക്കണത്, കഴിഞ്ഞ ആഴ്ച കണ്ടതല്ല. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? ഒരു ചെറിയ ഒരു പൊറ്റ പോലെ ആ വ്രണമെല്ലാം പോയിട്ട് അതൊരു ചെറിയ പൊറ്റയായിട്ട് മാറുകയും നമ്മൾ പുറത്ത് കഴിയുമ്പോഴേ പൊറ്റ ഉണ്ടാകത്തില്ലേ, അതുപോലെ ഒരു തൊലിപ്പാടായിട്ട് മാറും. ഡോക്ടർ ഞെട്ടിപ്പോയി, ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവർ ഈ ഡോക്ടർ തൊലി മാത്രം എടുത്ത് മാറ്റിയിട്ട് ബയോപ്സി കൊടുക്കും. അതിൻ്റെ അത് ക്യാൻസറിൻ്റെ അല്ല വേണ്ട, ഒരു സംഭവം എൻ്റെ അടുത്തില്ല. ഡോക്ടർ പറയും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, കിഡ്നി മാറ്റേണ്ട ആവശ്യമില്ല. എന്താണ് ഇത്? സുഖപ്പെട്ടിരിക്കണമെന്ന് പറയും. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രിൻസിപ്പിളല്ലേ ശക്തി. 1 കൊരിന്ത്യസ് 1:24 ശക്തിയാണ്. എന്താണ്? യേശുക്രിസ്തുവാണ്. എന്താണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഇതാണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇതിനകത്ത് ഇത് ഇമ്പോസ് ചെയ്യണത്. ഇതൊരു അട്രിബ്യൂഷനാണ്. എന്താ കാര്യം? രക്ഷ എന്ന് പറയുന്ന സംഭവം എന്താണ്? പ്രാപിക്കണം മനുഷ്യൻ. അതിൻ്റെ പ്രോസസ്സിങ് എന്താണ്? രക്ഷയുടെ പ്രോസസ്സിങ് എന്താണ്? രക്ഷ മനസ്സിലാക്കുകയല്ല, ആണോ? യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് അതിനം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ രക്ഷ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു ഐഡിയ പോലെ. ആൻഡ് റിഡംഷൻ ഈസ് നോട്ട് എൻ ഐഡിയ. ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവശാസ്ത്രത്തിൽ പോലും സംഭവിക്കണത് എന്താണ്? ദൈവത്തിന് ഒരു ഐഡിയലിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ജീവിതത്തോട് ബന്ധമില്ലാത്ത ജീവിതത്തിൽ നിന്ന് പേര് ദൈവത്തെയൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ആദിമസഭയ ജീവിതത്തോട് ചേർത്താണ് ദൈവത്തെ വെച്ചത്. എന്താ കാര്യം എന്നറിയാം? ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 2 പത്രോസിന്റെ 1:3 ശ്രുതികട്ടെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും തന്റെ മഹത്വത്തെ പറഞ്ഞ തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും പോയിന്റ് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിനും. അതാ വിഷയം. ദൈവം എന്തിനാണ്? നമ്മുടെ ഇത് 2 പത്രോസാണ് വചനം. 2 പത്രോസ് 1:3 ഒന്ന് വായിച്ച മോളെ. തന്റെ മഹത്വത്തിലേക്കും ഏറ്റു പറഞ്ഞ് തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും അല്ല, നമ്മുടെ ചിന്തക്കല്ല, നമ്മുടെ ധ്യാനത്തിനല്ല, നമ്മുടെ ധാരണയ്ക്കല്ല, നമ്മുടെ പഠനത്തിനല്ല, നമ്മുടെ ചർച്ചയ്ക്കല്ല, ഒന്നിനുമല്ല. ദൈവം എന്തിനുള്ളതാണ്? നമ്മുടെ ജീവിതത്തിനാണ്. ദൈവം ജീവിതത്തിന് വേണ്ടി. അതാണ് ആദ്യം സഭയുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ പോകുന്നത് ദൈവം ചിന്തയ്ക്ക് വേണ്ടി, ദൈവം വാദപ്രതിവാദത്തിന് വേണ്ടി, ദൈവം സൈദ്ധാന്തികവും ആയിട്ടുള്ള വിശ്ലേഷണത്തിന് വേണ്ടി അങ്ങനെയായി ദൈവം ക്ലാസ് റൂമിന് വേണ്ടിയായി പോയി. ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുള്ള അവസ്ഥയാണ്. ദൈവം എന്തിനാണ്? ക്ലാസ് റൂമിന് പുറത്ത് ദൈവമില്ല, ജനം ദൈവമില്ല, അത് അലഞ്ഞു നടക്കും. ബൈബിൾ എന്താ? ആദിമസഭ എന്താ പറയണത്? ഒന്ന് വായിച്ചേ.
തന്റെ മഹത്വത്തിനും ഏറ്റു പറഞ്ഞേ തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദൈവശക്തിയാണ് നമുക്കത് പ്രദാനം ചെയ്യണത്. അപ്പം നേർച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭക്തിയുടെ വസ്തുക്കൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് തരുമ്പോൾ എൻ്റെ അടുത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സൂക്ഷിച്ച് വെക്കണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നിങ്ങളത് വിശുദ്ധിയോടെ ഉപയോഗിക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ? കാര്യം വിശുദ്ധിയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. വിശുദ്ധി ഇപ്പം ശക്തി എന്ന് പറയുന്നത് എന്താണ്? ശക്തിയുടെ ഫലങ്ങൾ. ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് ഇപ്പം അവർക്ക് എന്താ സംഭവിച്ചത്? 10 കൊല്ലം മക്കളില്ല. ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. അതെന്താണ്? ദൈവത്തിൻ്റെ ശക്തി. മറ്റുള്ള എല്ലാ പ്രതിരോധ ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അവർ പ്രാപിച്ചതാണ് കുഞ്ഞിൻ്റെ രൂപത്തിൽ. ഇതുപോലെ വരുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ശക്തി. നമ്മളെ എല്ലാ മേഖലകളിലും സംലഭ്യമാണ്, ഏത് മേഖലയിലാണെങ്കിലും. പക്ഷേ ശക്തിക്ക് മുമ്പ് എന്ത് സംഭവം ഉണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. പിടികിട്ടിയ? ശക്തിക്ക് മുമ്പ് എന്താ ഉണ്ടാകണം? ഉടമ്പടി ശ്രദ്ധിക്കേണ്ട. ചില ആൾക്കാർക്ക് ഉടമ്പടി അത് ഏക്കാത്തതിൻ്റെ കാരണം ആ ഉടമ്പടി അവർ ഉടമ്പടിയുടെ വിധിപ്രകാരമല്ല ചെയ്യണത്. ശക്തി വരുന്നതിന് മുമ്പ് എന്താ നമുക്ക് വേണ്ടത്? വിശുദ്ധി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. എബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്തത് എന്താണ്? 3 കാര്യം വാഗ്ദാനം ചെയ്തായിരുന്നു. എന്തൊക്കെയാണ്? ഒരു ലാൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്താ എബ്രാഹത്തിനോട് പറഞ്ഞത്? സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിന്റെ ബ്ലെസ്സിങ് കൊടുത്തു. പിന്നെ ഒരു മകനെ വാഗ്ദാനം ചെയ്തായിരുന്നു, അല്ലേ? ആരെയാണത് വാഗ്ദാനം ചെയ്തത്? ഇസ്ഹാക്കിനെ. പക്ഷേ ഇസ്ഹാക്ക് ജനിക്കണതിന് 1 കൊല്ലം മുമ്പ് ഇസ്ഹാക്ക് സാറായുടെ ഉദരത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ ദിവസങ്ങളിൽ എബ്രാഹത്തിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ കാര്യം? ആ എബ്രാഹത്തിൻ്റെ സാറായുടെ ഉദരത്തിൽ ഇസ്ഹാക്ക് രൂപപ്പെട്ടു വരുന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാനം ആ കുടുംബം പ്രാപിക്കുന്ന സമയത്ത്, പ്രസവിച്ചു കഴിഞ്ഞല്ല പറഞ്ഞത്, പ്രസവിക്കുന്ന മുമ്പ് പ്രഗ്നൻ്റ് ആകുന്ന ആ ആഴ്ചയിൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. പിന്നെ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇത് പറഞ്ഞിട്ട് 1 കൊല്ലം കഴിയുമ്പോഴാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇത്രയും കണക്ഷനുണ്ട് വിശുദ്ധിയും ശക്തിയും തമ്മിൽ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:1-2 വചനം വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1-2. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ക്ലിയർ അല്ലേ? ഈ വചനം എത്രയാണ്? 17:1. ഒന്നിന് വായിച്ചേ. അബ്രാമിന് 99 വയസ്സായപ്പോൾ, നിങ്ങൾ ഏറ്റു പറഞ്ഞേ, അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അതായത് ഇത് പറഞ്ഞിട്ട്, ഇതിപ്പോൾ എത്രാമത്തെ വയസ്സുണ്ട് എബ്രാഹത്തിന്? 99. 100ാമത്തെ വയസ്സിലാണ് ആര് ജനിക്കണത്? ഇസ്ഹാക്ക് ജനിക്കണത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് 25 കൊല്ലം എടുത്തത്? ഈ വാഗ്ദാനം നേരത്തെ കൊടുത്തതല്ലേ? 75 വയസ്സായപ്പോൾ കൊടുത്ത വാഗ്ദാനമാണ്. അടുത്ത കൊല്ലം ഞങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതാണ്? എബ്രാഹത്തിൻ്റെ 75ാമത്തെ വയസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ എന്താ പറ്റിയത്? എബ്രാഹാം
ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് അയാളുടെ കുടുംബത്തിൽ തന്നെ പെണ്ണുമ്പിള്ള ഇടപെട്ട് കുളവാക്കിയത് സാറ പറഞ്ഞ് ആഗർ നിപ്പുണ്ട്, ആഗറിനെ പ്രാപിക്കാൻ പറഞ്ഞു. എന്താ കാര്യം? ലോത്ത് ഗുണ്ടയാണ്. ഇവന്മാരുടെ കൂടെ ഉള്ളവന്മാരെല്ലാം ഗുണ്ടാ പരിപാടിയുള്ളതാണ്. നിങ്ങളെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ഈ സ്വത്തെല്ലാം അടിച്ചിട്ട് അവന്മാർ പോകും. നമുക്ക് സ്വന്തം കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ടല്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു വന്ന് നീ കേൾക്കേണ്ട കാര്യമില്ല, നീ ആഗറിനെ പ്രാപിക്കുക, മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു കൊടുത്തതാണ്? ആ ചിരിച്ച ചേർത്തി പറഞ്ഞു കൊടുത്തതാണ്. ദൈവം വാഗ്ദാനം അതാണ്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ ചില അണ്ണന്മാർക്കും ചേച്ചിമാർക്കും ചിരി വരും. അതോടുകൂടി അവിടെ കാര്യത്തിലൊരു തീരുമാനമാകും. ഉൽപ്പത്തി പുസ്തകം 21:1-5 വരെ. ശ്രുതികട്ടെ. കർത്താവ് വാഗ്ദാനമനുസരിച്ച് കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു. കുഞ്ഞു പിറന്നിട്ട് 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദനം നടത്തി. അബ്രഹാത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. ക്ലിയർ അല്ലേ? 21:5 അബ്രഹാത്തിന് എത്ര വയസ്സുണ്ട്? ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ 100 വയസ്സുണ്ട്. അപ്പോഴേ നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയുമ്പോഴേ അബ്രഹാത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? 99. മനസ്സിലായില്ലേ? ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് എബ്രാഹത്തിന് ഇസഹാക്കിനെ ദൈവം സാറായുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കും മുമ്പ്, 1 മാസം മുമ്പോ 2 മാസം മുമ്പോ ദൈവം എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, പിന്നെന്താണ്? കുറ്റമറ്റവനായിരിക്കുക. മനസ്സിലായില്ലേ? അനുഗ്രഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എബ്രാഹത്തിനോട് ചെയ്ത അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് നമ്മളും ദൈവം പ്രതീക്ഷിക്കുന്നത്. ഒരു ശക്തി വരികയാണ്. നമ്മൾ 2 പത്രോസ് 1:3 എന്താ വായിച്ചത്? തന്റെ മഹത്വത്തിലേക്കും തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നോട്ട് ദ പോയിന്റ് എന്താണ്? അവന്റെ ദൈവിക ശക്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകണത് എന്താണ്? അവന്റെ ദൈവികമായ ശക്തിയാണ്. ഇസഹാക്കിനെ സാറായുടെ ഉദരത്തിൽ നിക്ഷേപിച്ചത് എന്താണ്? ദൈവികമായ ശക്തിയാണ്. ഈ ശക്തി നമുക്ക് ലഭിക്കുന്ന മുമ്പ് എബ്രഹാത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? 17:1 എന്താ പറഞ്ഞത്? 17:2 നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം, പിന്നെന്താണ്? കുറ്റമറ്റവനായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ശക്തിക്ക് മുമ്പ് എന്ത് വേണം? വിശുദ്ധി വേണം. ഇക്കൊറ്റ പോയിന്റ് പിടികിട്ടിയോ? നിങ്ങളുടെ LTS പാസ്സാകാനായാലും ശരി, നിങ്ങളുടെ വസ്തു വിൽപ്പനയായാലും ശരി, നിങ്ങളുടെ ജോലിയിലെ പ്രൊമോഷനായാലും ശരി, ഒരു ദൈവിക ശക്തി 2 പത്രോസ് 1:3 അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ശക്തിക്ക് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. തൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. അച്ഛൻ്റെ ഇപ്പം ലാസ്റ്റ് സാക്ഷ്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നൊരു സത്യമുണ്ട്. എന്താ കാര്യം? നമ്മുടെ കയ്യിലൊന്നും വേണ്ടെന്ന് പറയാൻ മതി. ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ നിങ്ങൾ ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടരുത്. ദൈവമുണ്ടായാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീജ എന്നും പറഞ്ഞ നേഴ്സ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പം തന്നെ 69,000 പേര് അത് കണ്ട് ആ സാക്ഷ്യം വീണപ്പോൾ തന്നെ അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇന്ന് വെളുപ്പിനിരുന്ന് 2ാമത് വീണ്ടും ഷീജയുടെ സാക്ഷ്യം കേട്ട് അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോസ് എന്ന് പറഞ്ഞ്
അതായത് സ്പോൺസറിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ മകളാണ്. ഇവർ മകൾക്ക് ഉണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചാണ് അവർ സാക്ഷ്യം പറയുന്നത്. അതിനകത്ത് അവർ ഇൻവോൾവ് ആണ്, ആ കുടുംബം മൊത്തം ഇൻവോൾവാണ്. എന്താ അനുഭവം എന്ന് പറയണത്, ഇവരൊരു ജനറൽ നേഴ്സാണ്. ആര്? മകളൊരു ജനറൽ നേഴ്സാണ്. BSc നേഴ്സിങ്ങിന് വിടാനുള്ള കാശ് കുടുംബത്തിലില്ല. ഒരു കടയുണ്ട്, പിന്നെ ഇവർക്ക് ചെറിയ ജോലിയുണ്ട്. പക്ഷെ ആ ജോലി എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ജോലി പോയി. അവർ നേഴ്സായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇവർക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ വരുമാനമില്ല. അപ്പോൾ ഈ മകളൊക്കെ GNM പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഉള്ള ജോലി കൂടി പോയി. ഇതാണ് ജീവിതം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നമുക്ക് ജീവിതത്തിൽ നിന്നാണ് ദൈവത്തിനെ നമ്മൾ ജീവിതത്തിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നതെല്ലാം. അപ്പോൾ ഇവരുടെ ചിന്തയിലുണ്ടായിരുന്നൊരു വിഷയം, മകളെ ഇപ്പോൾ പോസ്റ്റ് BScക്ക് വിടുക. പൈസ ഇല്ലാത്തത് കൊണ്ട് BSc നേഴ്സിന് വിടാൻ പക്ഷേ കാശില്ല, അതുകൊണ്ട് പോസ്റ്റ് BScക്ക് വിടുക. GNM കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ GNMകാർ ചെയ്യണത് പലരും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഇവരിയ്ക്കുകയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മകൾ പറയും, ആദ്യം അമ്മ പറയണ കാര്യങ്ങൾ അവൾ അംഗീകരിച്ച്. കാരണം അമ്മയുടെ ജോലി പോയില്ല. ജോലി പോയത് കാരണം ഇനിയിപ്പോൾ പൈസയൊക്കെ കുറച്ച് ഉള്ള ഒരു പോസ്റ്റ് BScക്ക് പോകാമെന്ന് മകൾ പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഐഡിയ മാറി. അപ്പോൾ ഞാനപ്പോൾ നോക്കി എവിടെയാണ് ഈ ഐഡിയ മാറണമെന്ന്. എവിടെയാണ്? അപ്പനും അമ്മയും മക്കളും കൂടി, ഒരു അപ്പനും ഒരാണൊരു പെണ്ണും ഉണ്ട്. ഈ 4 പേരും കൂടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് മുട്ടുകുത്തിയപ്പോൾ ഈ മകൾ പറയും, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ IELTSന് പോട്ടേന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കണത്? അത് കേൾക്കുമ്പോൾ ഇവൾ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളല്ല. അപ്പോൾ IELTSന് പോയാൽ പക്കാ തോറ്റുപോകും. കാര്യം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് പോലും 3 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ഇത് സാധനം പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അമ്മ ഇവളുടെ മുഖത്ത് നോക്കി നോക്കും, പക്ഷേ നിനക്കത് കവർ ചെയ്യാൻ പറ്റുമോ? തന്നെയല്ലേ അമ്മ പറയും, ഇവളെ IELTSന് വിടാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല, ഇതിൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പരുങ്ങലാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഈ ഐഡിയ വരണത്? കുടുംബ പ്രാർത്ഥനയ്ക്ക്. അത് കാരണം അച്ഛൻ നിങ്ങൾ പറയണത്, നിങ്ങൾ പ്രെയർ ടൈം വളരെ ശ്രദ്ധിക്കണം. പ്രെയർ ടൈം, അതായത് ഇപ്പോൾ ഉടമ്പടി എടുത്ത സമയമായാലും ശരി, ഉടമ്പടി എടുക്കാത്ത പോലെ നടക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ഗതികിട്ട പ്രേതമായിട്ട് നടക്കുന്നത്. ഉടമ്പടി എടുത്തവർ, പക്ഷേ എന്നിട്ട് അവരുടെ വർത്തമാനം ചെയ്യലും എല്ലാം ഉടമ്പടി എടുക്കാത്തവരെ പോലെയാണ്. ഇവരാണ് ഇതിൻ്റെ അകത്ത് പണിമേടിക്കണത്. കാര്യം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താ സംഭവം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാകും. എന്താണ്? ഇതൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു പാരിറ്റി റിലേഷനാണിത്. എന്നുവെച്ചാൽ ദൈവം ഒരു കക്ഷി, പിന്നെ ആരാണ്? നിങ്ങൾ ഒരു കക്ഷി. മധ്യസ്ഥ ആരാണ്? അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മീഡിയേഷനാണ്, ഇടയ്ക്കൊന്നുമില്ല. അൾട്ടിമേറ്റ് മീഡിയേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ പോലുള്ള പരിപാടിയാണ്. അമ്മ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് അതിൻ്റെ അകത്ത് ദൈവം പോലും വെള്ളം ചേർക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അത് കാനായിൽ നമ്മൾ കണ്ടതാണ്. കാനായിലെ കല്യാണം 10,000 കൊല്ലം ഇവിടെ മനുഷ്യരാശി പഠിച്ചാലും പഠിച്ചു തീരത്തില്ല, അത്രയും സംഭവമാണത്. എന്താ കാര്യം? ഇവർക്ക് യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ദൈവപിതാവ് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മരിയൻ മീഡിയേഷൻ ഇത്രയും അപ്രതിരോധ്യമാകാൻ കാരണം? ഇവിടെ കപ്പാസിറ്റി തന്നെയാണ്. ധ്യാനകേന്ദ്രങ്ങളൊന്നും മാതാവിനെക്കുറിച്ച് പറയണില്ലല്ലോ. എല്ലാവരും ക്രിസ്തു ഈശോനെക്കുറിച്ചല്ലേ പറയത്തുള്ളൂ. മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പാപമാണെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരാണ് വരിക. ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാവോ? എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാട് ഈ ലോകത്തിൻ്റെ രക്ഷ പ്രദാനം ചെയ്തതിൻ്റെ പിന്നിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണെന്നുള്ളതാണ്. പിതാവാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ആദ്യം ഒരു ഉടമ്പടി നടന്നായിരുന്നല്ലോ.
ആദ്യത്തെ ഉടമ്പടി ആദമായിട്ടും ഹവ്വായായിട്ടും അവരാ ഉടമ്പടി ഉഴപ്പി. അവരോട് പറഞ്ഞതാണ് നിങ്ങൾ നിത്യമായിട്ട് ജീവിക്കും, പക്ഷേ തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത്. ഉടമ്പടിയാണത്. അതാണ് കവനൻ്റ് ഓഫ് ഈഡൻ, ഏതെല്ലാം ഉടമ്പടി. പക്ഷെ പാവപ്പെട്ടവർ ലംഘിച്ചു. ഇതിന് ബദലായിട്ട് ദൈവം കൊണ്ടുവന്ന ആളാരാണ്? മറിയമാണ്. മറിയവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ മറിയത്തിനെ ഷാഡോ ആയിട്ട് നിർത്തിക്കൊണ്ടാണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏഡനിലെ ഉടമ്പടി നടക്കുന്നത്. ഇതാണ് ഉടമ്പടി, ഏഡനിലെ ഉടമ്പടി. മറ്റത് ആദ്യത്തിൻ്റെ ഉടമ്പടിയാണ്. അതും ആയിട്ടുള്ള ഉടമ്പടി കഴിഞ്ഞിട്ടാണ് കവനൻ്റ് ഓഫ് ഏഡൻ വരുന്നത്. കവനൻ്റ് ഓഫ് ഏഡൻ സംഭവിക്കുന്നത്, ഏതെല്ലാം ഉടമ്പടി സംഭവിക്കുന്നത് ഉൽപ്പത്തി 3:15 ഒന്ന് വായിച്ച്. നീയും സ്ത്രീയും തമ്മിലും, നീ സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ക്രിസ്തുവിനെയും മറിയത്തെയും പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് കവനൻ്റ് ഓഫ് ഈഡൻ വർക്കൗട്ട് ചെയ്യണത്. ഇവിടെ എന്താ ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത്? ക്രിസ്തുവിനെയും മറിയത്തെയും, ക്രിസ്തുവിനെ മാത്രമല്ല മറിയത്തെ കൂടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ദൈവം പാപത്തിന് പരിഹാരം നിശ്ചയിക്കുന്നത്. അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല ഫസ്റ്റ് സെക്കൻഡ് ഉടമ്പടി വരണത്. ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമ്മയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് ഉടമ്പടി വരണത്. ഇനി വരുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ലോകത്തിന് യേശുവിനെ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ് മറിയ. ഒന്ന് പറഞ്ഞ്, ലോകത്തിന് യേശുവിനെ നൽകാനുള്ള ദൈവത്തിന്റെ മാനുഷിക ഉപകരണമാണ് മറിയം. അതുകൊണ്ട് തന്നെയാണ് അമ്മ മാതാവിലൂടെയാണ് വചനം മാംസമാകണത്, ഇല്ലേ? അതിനമ്മ ചെയ്തത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ എന്നുള്ള മറ്റൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അത് ഉടമ്പടിയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ എല്ലാ ബൈബിളിൽ എന്തെങ്കിലും ദൈവത്തിനെ മുൻനിർത്തി ഉണ്ടെങ്കിൽ എല്ലാം കവനൻ്റ് ആവും. ബൈലാറ്ററലാണ്. ഉടമ്പടിക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? 2 കക്ഷികൾ വേണം. ഒന്ന് ദൈവവും ഒന്ന് മനുഷ്യനും. പിന്നെന്ത് വേണം? ഉടമ്പടിക്ക് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നിബന്ധന ഉണ്ടാവും. പിന്നെ എന്താണ്? നിയോഗം ഉണ്ടാവും. അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അതാണ് അവൻ തൻ്റെ ജനങ്ങളുടെ, ഒന്ന് പറഞ്ഞേ, അവൻ തന്റെ ജനങ്ങളുടെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മംഗളവാർത്തയിലെ മെയിൻ നിയോഗം അതാണ്. എന്താണ്? യേശുവിലൂടെ ലോകത്തിൻ്റെ പാപങ്ങളെ മോചിക്കുക എന്നുള്ളതാണ്. അതാണ് നിയോഗം. മനുഷ്യാവതാരത്തിൻ്റെ നിയോഗം, അൾട്ടിമേറ്റ് നിയോഗം അതാണ്. പാപത്തെ മാറ്റി നിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വിശുദ്ധീകരിക്കാതെ, ഞാൻ വിശുദ്ധീകരിക്കാതെ വേറെ ഇരുട്ട് കൊണ്ട് വിട്ടടക്കാനോ കണ്ണടച്ചിരുട്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സുവിശേഷ വിഹിതമായ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ.